ശ്രീഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അംഭോജാകരതോഷണം ത്രിജഗതാമാനന്ദസംപോഷണം ഗംഭീരാമയശോഷണം രഘുവര ശ്രീമന്മഹാഭീഷണം ധർമാഹം മതിഭൂഷണം സുരഗിരീരേണം മഹാഭൂഷണം സംഭിന്നാരീഷുരോഷിണം പ്രതിദിനം വന്ദാമഹേ ഭൂഷണം. ഓം സൂര്യായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ ഇന്നലെ അതിഗംഭീരമായി രുക്മിണി കല്യാണം കണ്ടു. അതിൻ്റെ തത്വങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പൂർവാർദ്ധം അങ്ങനെ 49 അധ്യായങ്ങളായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ തത്വവും പറഞ്ഞു തന്നു. രജോഗുണം, കംസൻ എന്ന് പറഞ്ഞാൽ രജോഗുണമാണ്. രജോഗുണത്തെ എങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ബ്രാഞ്ചസ് വെട്ടി 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 അവസാനം കംസൻ എന്ന മഹാവൃക്ഷത്തെ വെട്ടി ഇല്ലാതാക്കിയത് നമ്മൾ കണ്ടു. പിന്നെന്താണ് പറഞ്ഞത്? അസ്ഥി പ്രാപ്തി. ഭാര്യമാർക്ക് അവിടെ നിലനിൽപ്പില്ലാതായി. അവരെന്ത് ചെയ്യുന്നു? ജരാസന്ധൻ. ഇതിന്റെ ശരീരാഭിമാനമാണ് പറയുന്നത്. മനസ്സിന്റെ തലത്തിലാണ് രജോ ഗുണം. ഈ ശരീരാഭിമാനം അത് എത്രയായാലും അത് വിട്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനിയുള്ള അധ്യായങ്ങളിൽ ആ സാത്വികഗുണം വർദ്ധിച്ചു നമുക്ക് ഞാനെന്ന ഭാവം അതെവിടെയും അത് വിട്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ജരാസന്ധനെയും ശിശുപാലനെയും വധിക്കുന്നതാണ് ഇനി അടുത്തുള്ളതിൽ. അതായത് നമ്മൾ എങ്ങനെയാ ശരീരാഭിമാനം എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇനി അടുത്തത്. ഭഗവാന്റെ കുറെ വിവാഹങ്ങളിലേക്കൂടെയും കഥകളിലേക്കൂടെയും ഒക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞ പോലെ ഇന്നലെ രുക്മിണി വിവാഹം നമ്മൾ കണ്ടു. അതിനുശേഷം ഇടയിൽ കയറി വന്ന കഥയാണ് മറ്റേ പ്രദ്യുമ്നന്റെ കഥ. അതും കഴിഞ്ഞു. ഇനി ഭഗവാന്റെ അടുത്ത 2 വിവാഹങ്ങളും സ്യമന്തകം എന്ന കഥയിലൂടെ പറഞ്ഞു തരുന്നു. അത് വളരെ ചുരുക്കിയിട്ടാണ് ശുഭമഹർഷി പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെന്താണ് അങ്ങനെ ചുരുക്കി പറയുന്നത്? ശ്രോതാവിന് അത് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നറിഞ്ഞാൽ മാത്രമേ വക്താവ് അത് പറഞ്ഞു തരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ രാജാവും പരീക്ഷിത്ത് മഹാരാജാവും പറയുകയാണ് ആ സ്യമന്തത്തിന്റെ കഥ ഇങ്ങനെ ചുരുക്കി പറയില്ല, എനിക്കത് വിശദമായിട്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ ആ കഥ അവിടെ പറഞ്ഞു തരികയാണ്. സത്രാജിത്ത് ഒരു യാദവ പ്രഭുവാണ്. നല്ല സൂര്യഭക്തനാണ്. സൂര്യദേവനെയൊക്കെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഉണ്ടാവും ഭക്തി എന്നുള്ളത്. അങ്ങനെ സൂര്യദേവൻ പ്രസാദിച്ചു. സ്യമന്തകം എന്നൊരു മണി കൊടുത്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ ദേഹാഭിമാനം നമ്മളെ പോലെ തന്നെ എല്ലാവരും അത് പറഞ്ഞല്ലോ. സാരി നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന കാര്യം, അവിടെ AC നിൽക്കുമ്പോൾ നമുക്ക് എന്താ ഊരിയിട്ടാൽ മതി എന്നുള്ളത് പ്രദർശനം. നമുക്കൊക്കെ എല്ലാവർക്കും ആശവും നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് സ്യമന്തകം പറയുമ്പോൾ ഏത് സാരി കൊടുക്കണം അങ്ങനെ അത് നമുക്ക് ദേഹാഭിമാനം നമുക്ക് നല്ല ഗുണം കൂടുതൽ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. എത്ര വലിയ ഭക്തനായാലും ആ വാസന 99% എത്ര നല്ല സാത്വിക ഗുണം വന്നാലും നമ്മുടെ ഉള്ളിൽ വാസന ദുശ്വാസന അതെന്തായാലും ഉണ്ടാവും. ഞാൻ എന്നുള്ളത് ചിന്തകളൊക്കെ ഇങ്ങനെ പുറത്തേക്കാണല്ലോ. അപ്പൊ എന്തായി ഈ മണി പൂജിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പിന്നെന്താ അത് കെട്ടിയിട്ടിട്ട് പ്രദർശിപ്പിക്കണം. ഇപ്പൊ സാഗ്രാമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അകത്ത് വെച്ച് പൂജിക്കുകയല്ലേ ചെയ്യാം. അത് നമ്മളിങ്ങനെ പുറത്തേക്കൊന്നും എടുക്കില്ലല്ലോ. പക്ഷെ ഇതെന്താ ഈ മണി 4 ആളെ കാണിക്കണം ഞാൻ നല്ലൊരു ഭക്തനാണ്, അങ്ങനെ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ എന്തായി ഇത് കെട്ടിയിട്ടിട്ട് ദ്വാരകയ്ക്കാണ് പോകുന്നത്. അവിടെ ദ്വാരകവാസികൾ ഭഗവാൻ ആരാന്നുള്ള അറിയുന്ന കുറച്ച് ഭക്തന്മാരൊക്കെ ഉണ്ട്. അവര് പറയുകയാണ്, ഭഗവാനെ സൂര്യ ഭഗവാൻ ഇറങ്ങി വന്നിരിക്കും തോന്നുന്നു. അങ്ങനെ മൂലം പരമ മനുഷ്യനില്ലേ മനുഷ്യാവതാരം എടുത്തത് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂര്യദേവൻ അങ്ങയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന് പറയാണ്. നാരായണ നമസ്തേസ്തു ശംഖചക്രധാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദായതു നന്ദന. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ബാലവചനം അങ്ങനെ പിള്ളേരുടെ പോലെയൊന്നും പറയില്ല. അത് ആരാന്ന് ഭഗവാൻ എല്ലാം അറിയാലോ. നേരത്തെ പറഞ്ഞില്ല സർവജ്ഞനാണ്. ഭഗവാൻ അറിയാതായിട്ട് യാതൊന്നുമില്ലല്ലോ. അപ്പൊ ഭഗവാൻ പറഞ്ഞത് സത്രാജിത്താണ് ഇങ്ങനെ ഒരു മണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ കാണിക്കാൻ വന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ശ്രീ ശുഭമഹർഷി പറഞ്ഞത് എന്തായില്ലേ? എന്താ ഈ മണിയുടെ വിനേ വിനേ സ്വർണ്ണകാരാൻ അഷ്ടോ സൃജതി പ്രഭോ ദുർഭിക്ഷമാര്യനിഷ്ടാനി സർവാദിവ്യാധിയോ ശുഭാഹ എന്നാണ്. ഇതിനെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദിയും വ്യാധിയും ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല അഷ്ടൈശ്വര്യങ്ങൾ ഇവിടെ സ്വർണ്ണം എന്നാണ് പറയുന്നത്. എത്രയോ 10 മടങ്ങ് അങ്ങനെ സ്വർണ്ണം നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ സത്രാജിനെ
അങ്ങനെ വിളിച്ചു വരുത്തി. അല്ല, സത്രാജിത്ത് വന്നല്ലോ, സത്രാജിനോട് ഇവരൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ സത്രാജിത്ത് ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ മണി അത് ഇവിടെ വെക്കേണ്ടതാണല്ലോ. എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു നിധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ, നമ്മളത് ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. ഭഗവാൻ നല്ല ഉദ്ദേശിച്ചത് തന്നെയാണ് പറഞ്ഞത്. ആ മണി എത്ര നിനക്ക് ഭാരം കൂടുതൽ കിട്ടും അത് തരാം, ബാക്കിയൊക്കെ നമുക്ക് ഈ രാജ്യത്തിന് ഉപകാരമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞല്ലോ, സഹയജ്ഞ പ്രജാസൃഷ്ട, അങ്ങനെ യജ്ഞഭാവത്തിലാണ് ഭഗവാൻ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട് വാമനാവതാരത്തിൽ നമ്മുടെ പറഞ്ഞു തന്നൂല്ലോ, പഞ്ചവിധത്തിലാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വിഭജിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന ധനം ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ പഞ്ചതാ വിഭജന വിത്തം ഇഹ അമുദ്രച്ച മോദതേ. അപ്പോൾ ആ തത്വം കൂടി ഇതിൽ പ്രകാശിപ്പിക്കാനാണ് ഈ കഥ ഒന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും പഞ്ചവിധത്തിൽ ധർമ്മത്തിനായിട്ട് അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് തന്നെയാണെന്നുള്ളതും കൂടി ഇവിടെ പറഞ്ഞു. ഇങ്ങനെ ഭഗവാൻ അത് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല, സത്രാജിത്ത് വേഗ സ്ഥലം വിട്ടു. അപ്പോൾ അല്ലെങ്കിൽ തന്നെ മനസ്സിലൊരു തോന്നലുണ്ട്, വെണ്ണ നോക്കുന്നവൻ, സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിക്കുന്നവൻ എന്നൊക്കെ. അപ്പോൾ വേഗം സ്ഥലം വിട്ടു. അങ്ങനെ ഭഗവാൻ ചോദിച്ചിട്ട് കൊടുക്കാത്ത ആ മണി പ്രസേനൻ അനിയനാണ്. അനിയൻ ചോദിച്ചു എനിക്ക് രാത്രി ഇങ്ങനെ നല്ല പ്രകാശം, മറ്റൊരു സൂര്യനെ പോലെയാണ്. അതാണ് ആ ദ്വാരകാവാസികൾ ഭഗവാനോട് പറഞ്ഞു, ഭയങ്കര ഒരു സൂര്യൻ തന്നെ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനോട് പറഞ്ഞത്. അപ്പോൾ നല്ല പ്രകാശമല്ലേ ചേട്ടാ, അപ്പം എനിക്കിത് രാത്രി നായാട്ടിന് നല്ല ഉപകാരമാവും, അപ്പോൾ എനിക്കൊന്ന് തരുമോ ചോദിച്ചു. അപ്പോൾ കൊടുക്കാണ്ട് നിർത്തിയില്ലല്ലോ, മനസ്സോടെ ആയിരിക്കാം കൊടുത്തു. അങ്ങനെ നായാട്ടിന് പൂജിക്കപ്പെടേണ്ട ആ മണി അതെന്തായി, നായാട്ടിന് കൊണ്ടുപോയി. പിന്നെന്താ, പിറ്റേ ദിവസം കാണാനൊന്നുമില്ല. പ്രസേനെ ഒന്നും കാണാനില്ല, ഒരു കുതിരപ്പുറത്താണ് പോയത്, കാണാനില്ല. പിന്നെ ഭയങ്കര സംശയം. അപ്പോൾ അവിടെ പതുക്കെ ആരോടെ പറഞ്ഞില്ല, പ്രായകൃഷ്ണേന ചിലപ്പോൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ചിലപ്പോൾ ഭഗവാനായിരിക്കുമോ, അങ്ങനെ ഒരു കളറൊക്കെയല്ലേ, വെണ്ണക്കളനും അതും ഇതൊക്കെയല്ലേ. അപ്പൊ ഭഗവാനായിരിക്കും ഇതെടുത്തെന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ എന്താ, നമ്മുടെയൊക്കെ സ്വഭാവം എന്താ, നമ്മൾ അതെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം, അത് എക്സോർമൈ ചെയ്തിട്ടില്ല എന്നറിയാം, പേര് പറയില്ല. അപ്പോൾ എന്നാലും അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ നമ്മളതിനൊരു ആപ്പ് വെച്ച് കൊടുക്കും. നമുക്ക് നല്ല ഇഷ്ടമാണ് ഗോസിപ്പ് വെക്കാൻ. അപ്പോൾ ആ ചരിമാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ വലിയ സത്സംഗം നടക്കണോ അല്ല വലിയൊരു ഗോസിപ്പ് ഉണ്ട് വെച്ചാൽ നമ്മൾ അങ്ങനെ ഓടിപ്പോകുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ വാസന അത്രത്തോളം ഉണ്ട്. പട്ടദേപ്പാദങ്ങളുടെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്, ജനാനാം പീയൂഷം ഭവതി കുടിനാം ദോഷ കണിക. അപ്പോൾ സജ്ജനങ്ങൾക്ക് കൂടി നേരിയ അംശത്തിൽ ദോഷ ആ കണിക അല്പമുണ്ട് എന്ന് പറയാണ്. എത്ര ഭക്തിയുള്ളവരായിരിക്കാലും അതങ്ങനെ ഉണ്ടാവും എന്ന് പറയാം. ചിലപ്പോന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കർണയെ അജപഞ്ചന, അതിങ്ങനെ ഒരു കാതിൽ കേട്ടത് പെരിപ്പിച്ച് അത് വേറെ രീതിയിലേക്ക് കൃഷ്ണൻ തന്നെ തട്ടുമെന്നുള്ളതായി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ അത് തെളിയിച്ചേ തീരും. അത് നമുക്കുള്ളൊരു കൂടിയാണ്. നമ്മളത് കേട്ട പാടെ ഞാനും ചെയ്തിട്ടില്ല, പക്ഷെ അതങ്ങനെ ഇരിക്കേണ്ടത് തെളിയിച്ചു കൊടുക്കുക തന്നെയേ വേണ്ടു. അപ്പം ഭഗവാൻ എന്ത് ചെയ്യുന്നു, ബലരാമനോട് കൂടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. മറ്റേ കുറച്ച് യാദവന്മാരുണ്ട്, എല്ലാവരോടും കൂടി പോവുകയാണ്. അല്ല, ഈ സമയത്ത് ബലരാമനില്ല കേട്ടോ, യാദവന്മാരോട് കൂടി പോവുകയാണ്. പോയി അവിടെ ചെന്നപ്പോൾ എന്താ, പ്രസേനനും ഒരു കുതിരയും ഒരു സിംഹവും മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പൊ മനസ്സിലായി, അപ്പൊ ഈ സിംഹം ഈ മണിയുടെ പ്രകാശം കണ്ടിട്ട് കുതിരയെയും പ്രസേനനെയും കൊന്നിട്ടുണ്ടാവും. സിംഹത്തിന് നന്നായി ചെറുത്ത് കിടക്കുന്ന സിംഹത്തിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഭഗവാന് മനസ്സിലായി ഒരു കരടിയുടെ, ജാമ്പവാൻ വലിയ കരടനാണല്ലോ, അപ്പൊ കരടി എന്നാ പറയുന്നത്. അപ്പോൾ കരടിയുടെ കാൽപ്പാടുകളും ഉണ്ട്. അപ്പൊ എന്തായി, മണി അങ്ങനെ ഇങ്ങനെ കരടി കൊണ്ടുപോയതാവും വെച്ചിട്ട് അതിനെ പിന്തുടർന്ന് ഇവരൊക്കെ പോയി. ഭഗവാനും കുറച്ച് യാദവന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരു ഗുഹയുടെ അവിടെ എത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, നല്ല ഇരുട്ടാണല്ലോ, നിങ്ങളൊന്നും വേണ്ട, ഭഗവാൻ ഇരുട്ടും ഒന്നും പ്രശ്നമില്ലല്ലോ, ഭഗവാൻ തന്നെ ഒരു പ്രകാശം തന്നെയാണല്ലോ. അപ്പോൾ ആ ഗുഹയുടെ പുറത്ത് നിങ്ങൾ നിന്നോളൂ, ഒരു കുറച്ച് ദിവസം 12 ദിവസം പറ്റി നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോക്കോളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ എന്താ, 5 കുട്ടികൾ, ജാമ്പവാന്റെ കുരങ്ങു കുട്ടികളൊക്കെ ഇരുന്ന് തട്ടി കളിക്കുന്നു. നോക്കൂ, പൂജിക്കപ്പെടേണ്ട മണി എവിടെ എത്തി നോക്കൂ, കുറേ കുട്ടികൾ തട്ടിട്ട് നന്നായി ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ രാത്രി തമപൂർവ്വം മരം ദൃഷ്ട രാത്രി ചുക്രോശം ചെയ്തവർ, ഇവരെ നോക്കുന്നവരായാണ് രാത്രി എന്ന് പറയുന്നത്. അവർ ഓടി വന്നിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി. ഇവരൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ മനുഷ്യന്മാരെയൊന്നും. അപ്പോൾ ജാമ്പവാൻ
അവിടെ കണ്ണൊന്നും കാണില്ല. മറ്റേ കാലത്തുള്ളതാണല്ലോ, രാമന്റെ കാലത്തുള്ളതാണല്ലോ. അങ്ങനെ ജാമ്പവാൻ കണ്ണുകളെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് തുറക്കാനോ നോക്കി. എത്ര വയസ്സായി അപ്പോൾ നോക്കിയിട്ട് കാണണമെന്നില്ല, ഒരു നിഴല് പോലെ. ആരാ എന്താണെന്ന് നോക്കിയില്ല, നല്ലോണം ഇടി തുടങ്ങി. അങ്ങനെ ഇടിക്കുമ്പോഴൊക്കെ വിഭോ രഘുപതി ഹരേ ജയ ജയ ഹരേ രാമ പറഞ്ഞിട്ടാണ് ഓരോ ഇടി. നമ്മൾ ഭീഷ്മർ അങ്ങനെ അമ്പയും ഇങ്ങനെയായിരുന്നു, അതുപോലെയായിരുന്നു, പുഷ്പം പോലെയായിരുന്നു. ഇതതുപോലെ തന്നെ ഇടി പുഷ്പാഞ്ജലി അങ്ങനെയാണ്. അപ്പൊ ഭഗവാൻ അതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഭഗവാൻ എല്ലാ രീതിയാണല്ലോ, ഭഗവാൻ ഒക്കെ തമാശയാണ്, എല്ലാം എൻ്റെ ഭക്തൻ തന്നെയാണല്ലോ. ഭഗവാൻ എന്താ വെച്ചാൽ കഴിഞ്ഞ ജന്മത്ത് ജാമ്പവാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് രാമന്റെ ചേരിയിൽ തന്നെയായിരുന്നല്ലോ. രാമന്റെ ആ യുദ്ധവൈഭവം കണ്ടിട്ട് എനിക്ക് ഈ ഭഗവാനോടൊന്ന് യുദ്ധം ചെയ്യാനൊരു അവസരം കിട്ടണേന്ന് പറഞ്ഞപ്പോൾ അപ്പൊ പറ്റില്ലല്ലോ. അപ്പൊ ഈ ജന്മത്തെ അത് സബലീകരിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ 28 ദിവസം അങ്ങനെ ഇടി തുടർന്നു. അതിൻ്റെ ഇടയിൽ 12 ദിവസമായിട്ട് കാണാത്തപ്പോൾ ഇവരങ്ങോട്ട് പോയി, തിരിച്ചു പോയി. അവിടെ ഗ്രാമവാസികൾക്ക് പറഞ്ഞപ്പോൾ അവരങ്ങനെ ദുർഗാപൂജയൊക്കെ തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം കാർത്യായനി മഹാമായി എങ്ങനെയാണ് ഗോപസ്ത്രീകളൊക്കെ ഭഗവാനെ എങ്ങനെ നേടിയത്, കാർത്യായനി പൂജ ചെയ്തിട്ടാണ്. ആ അമ്മ സഹായിച്ചാൽ മാത്രമേ ആ മായ നീങ്ങിയിട്ട് ഭഗവാനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയും അവര് കൃഷ്ണൻ ലഭിക്കണമെങ്കിൽ ദുർഗാപൂജ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് ദുർഗാപൂജ അവരവിടെ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 28 ദിവസം എത്തിയപ്പോൾ അങ്ങനെ മനസ്സിലായി, ജാമ്പവാന് മനസ്സിലായി എനിക്ക് അത്രത്തോളം ശക്തിയുണ്ട്, രാമന്റെ നല്ല അനുഗ്രഹവുമുണ്ട്, ഇതെന്റെ രാമൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലായി. അപ്പോൾ കൃഷ്ണനെ രാമനായിട്ട് തന്നെ കണ്ടിട്ട് സ്തുതിക്കുകയാണ്. അപ്പോൾ പറയാണ് അങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാലോ നീ എൻ്റെ ഭക്തനാന്നുള്ളത്, എന്നെ അനുഗ്രഹിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ വന്ന കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു മണിയുടെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ അപബോധം കേട്ടിട്ടുണ്ട്, അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി. ജാമ്പവാന് മണിയൊക്കെ തരാം, പക്ഷേ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തമായിട്ട് ജാമ്പവതിയെയും കൂടി കൊടുത്തു. അങ്ങനെ മണിയും ജാമ്പവതിയെയും ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജാമ്പവതിയുടെ കൈ പിടിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ആ ദുർഗാപൂജ അവസാനിക്കുന്ന സമയവും. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി, ഭഗവതിയുടെ പ്രസാദം കാരണം ഇങ്ങനെ ഭഗവാനെ കിട്ടിയല്ലോ, മാത്രമല്ല ഒരു അങ്ങനെ ജാമ്പവതി ഒരു വിവാഹം കൂടി ആയല്ലോ എന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സത്രാജിത്തിനെ വിളിച്ചു വരുത്തി മണിയുടെ അങ്ങനെ ഭഗവാൻ തെറ്റുകാരനാന്നുള്ളത് തെളിയിച്ചു. അപ്പൊ സത്രാജിത്ത് അതിനെക്കാട്ടും ഭയങ്കര വിഷമായി. ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ ഞാനൊരു ഇനിയിപ്പോ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ആ പേരും പോയില്ലോ, ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ എന്തായി, സത്യഭാമ മകളാണല്ലോ, സത്യഭാമയെ ഇത് മറ്റേ ജാമ്പവാൻ ചെയ്ത പോലെ തന്നെ ഭഗവാനെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ 2 വിവാഹം മണി സത്രാജിത്തിന് തന്നെ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ 2 അധ്യായങ്ങളിലായിട്ടാണ് നമുക്കിത് കാണാൻ ഈ ശമന്തകം മണിയുടെ കഥ കാണുന്നത്. പിന്നെ അടുത്ത അധ്യായത്തിൽ എന്തായി, അവിടെ എവിടെയാണ് വിജ്ഞാനാർത്ഥോപി ഗോവിന്ദോ ദാനാകർണ്യ പാണ്ഡവാൻ. പാണ്ഡവന്മാര് അരക്കില്ലത്തിൽ ചുറ്റും വെന്തുപോയി എന്നുള്ളൊരു കിംവദന്തി, ശരിക്കുള്ള പദന്തി ഒന്നുമില്ല. ഇവിടെ വിജ്ഞാതാർത്ഥോപീന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ, സർവജ്ഞനാണ്. നമ്മുടെ ചിന്ത ഉണ്ടാക്കുന്നത് തന്നെ ഭഗവാനല്ലേ. ഭഗവാൻ അറിയാത്ത ഒരു കാര്യം ഒന്നും കണ്ടില്ല. പക്ഷെ മനുഷ്യനാട്യം അലീലയാണല്ലോ ഭഗവാന്റെ. അങ്ങനെ ഭഗവാൻ എന്തായി, അവരെയൊക്കെ സമാധാനിപ്പിക്കാനുള്ളൊരു നാട്യത്തിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. മറ്റേ ബലരാമൻ എല്ലാവരോടും കൂടി പോയി കുന്തിയും എല്ലാവരെയും സമാധാനിപ്പിക്കണമൊക്കെയുണ്ട്. ആ സമയത്ത് എന്തായി, ഈ അക്രൂരനും കൃതവർമാവും കൂടി ശതധന്വാവിന് പിരികെയാണ്. ആരാണ് ശതധന്വാവ്? നമ്മുടെ സത്യഭാമയെ കൊടുക്കാൻ വെച്ചിരുന്നതാണ്. പിന്നെയാണല്ലോ പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ് വന്നത്, ഭഗവാന് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പോൾ ശതധന്വാവിനെ ഈ അക്രൂരൻ ആരാണെന്ന് നമുക്കറിയാലോ. ഇന്നലെ അത് ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ആ മണ്ണിലൊക്കെ ഉരുണ്ട് വരേണ്ടതും ആ ഭക്തൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 100% ആരും ആ ഒരു വാസന വിട്ടിട്ടുണ്ടാവില്ലല്ലോ. ആ ഗോസിപ്പ് പറയാനും പിരികേറ്റാനും നേരം പോക്കിന് വേണ്ടി നമ്മൾ ഓരോന്നും പറയാണ്. അപ്പൊ ആചാര്യന്മാർ പറയണ്ടേ, നമ്മൾ എന്ത് പറയാനും നമ്മുടെ മേത്ത് തന്നെ കയറുന്നുള്ളത്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത്. പക്ഷെ ആ വാസന എന്ത് ചെയ്യും? അപ്പോൾ ശതധന്വാവിനെ പിരികേറ്റുകയാണ്. ഇപ്പൊ നല്ല സമയമാണ്, ഭഗവാൻ ഇവിടെ ഇല്ല. ആ പോയിട്ട് ആ സമന്തകമണി കൈക്കലാക്കുമെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? കേട്ട മതി കേൾക്കാത്ത വാതി ശതധന്വാവ് പോയിട്ട് സത്രാജിനെ കൊന്നു അറിയും. കൊന്നിട്ട് ആ മണി കൈക്കലാക്കും. അപ്പോൾ സത്യഭാമ ഈ വിവരം അറിഞ്ഞിട്ട് അലമറിയിട്ട് കരഞ്ഞ്, അച്ഛനല്ലേ
എന്നിട്ട് എന്ത് ചെയ്യും, തോണിയിൽ ആ മൃതശരീരം സൂക്ഷിച്ചു വെച്ചിട്ട് വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ ആചാര്യ അമ്മ തമാശയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിന് മുമ്പത്തെ പ്രഭാഷണത്തെ അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഒന്നല്ല സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത്, പണ്ട് തന്നെ സത്യഭാമ വണ്ടി ഓടിച്ച് കാണിച്ചു തന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് അവിടെ എത്തി ഭഗവാനോട് പറഞ്ഞു വിവരങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ ഭയങ്കര കരച്ചില്, ഭഗവാൻ അറിയാത്ത കാര്യമൊന്നുമില്ല, ഭയങ്കര അഭിനയാണ്. അപ്പോൾ സത്യഭാമ തന്നെ ഇത്രയധികം കരയണോ എന്നുള്ള ഭാഗത്തിൽ നോക്കിയെന്നും പറയാറുണ്ട്. അങ്ങനെ ഭഗവാനും എല്ലാവരും കൂടി തിരിച്ചു വന്നു. അങ്ങനെ സത്യഭാമയെ സമാശ്വസിപ്പിച്ചിട്ട് ഭഗവാൻ ശതധന്യാവിനെ അന്വേഷിച്ചു പോവുകയാണ്. ശതധന്യാവ് ഈ വിവരം അറിഞ്ഞിട്ട് ഓടിപ്പോവാൻ നോക്കുകയാണ്. എന്ത് ചെയ്തു, ഇവരെ കൂട്ടുവിളിക്കുകയാണ്. ആരെ? അക്രൂരിനെ, കൃതവർമാവിനെ. ആദ്യം കൃതവർമാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ കൃതവർമാവിനോട് സഹായം ചോദിച്ചു. ഭഗവാൻ യുദ്ധത്തിന് വരുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൃതവർമാവ് പറയാണ് നാഹമീശ്വരയോ പുര്യാകേളനം രാമകൃഷ്ണയോ കോലുക്ഷേമായ കൽപ്പേനാദ്രയോർജുനമാചരൻ കംസസഹാനുഭൂപീതോ യജ്ഞാതിശ്രിയാ ജരാസന്ധ സപ്തതിരാ സംയുഗാൻവിരതോഗത. ഭഗവാൻ ആരാന്നറിയൂ? മറ്റേ കംസനെയും ജരാസന്ധനെയും ഒക്കെ വധിച്ചവനാണ്. അയ്യോ, ഭഗവാൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഞാനിതിനൊന്നും നിൽക്കില്ല, വെറുതെ തമാശയ്ക്ക് വിരിയേറ്റ് ഇതല്ലേ, നീ അല്ലാണ്ടത് ചെയ്യുമോ എന്നുള്ള ഭാവത്തിലാണ്. അങ്ങനെ വേഗം പിന്മാറി. പിന്നെ ആരാളത്? അക്രൂരന്റെ അടുത്തെത്തി. അക്രൂരൻ എന്താ പറയുന്നത്? ഏതം ലീലയാ വിശ്വം സൃജിത്യമതി ഹന്തിജാ ചേഷ്ടാം വിശ്വസൃജോയസ്യാലവിർമോഹിതാലയാ യത്സപ്തഹായിനശൈലമുത്പാട്യവാട്യേ ഗണപാണിന ദധാരലീലയാ ഭാല ഉച്ചീരീന്ദ്രവിവാർഭക നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അത്ഭുതകർമ്മണേ അനന്തായാധിഭൂതായ കൂടസ്ഥായാത്മനേ നമഃ. ഭഗവാൻ ആരാന്നുള്ളതൊക്കെ ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ തന്നെയാണ്, ഞാനൊന്നും ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ, ആ സ്യമന്തകത്തെ ശരധന്യാവ് അക്രൂരിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഏറ്റവും വേഗതയില്ലാത്ത ഒരു കുതിരയാണ്, ഏറ്റവും വേഗതയുള്ള ഒരു കുതിരയിൽ കയറിയിട്ട് ഓടിപ്പോയി. ഭഗവാനും ബലരാമനും കൂടി പിന്നാലെ കൂടി എന്തായി, ഭഗവാൻ ശരധന്യാവിനെ വധിച്ചു. തപ്പി നോക്കിയപ്പോൾ മണിയൊന്നുമില്ല. അപ്പോൾ ബലരാമനോട് പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മണിയൊന്നും കാണില്ല. ബലരാമൻ അപ്പോൾ ഒരു ലേശം സംശയം തോന്നി, ഇതിൽ എന്തെങ്കിലും ഇവൻ്റെ കളിയുണ്ടോ, കൃഷ്ണൻ്റെ വല്ല കളിയുണ്ടോ എന്ന് വെച്ചിട്ട് പറയും, ഞാൻ ഇതിലേക്ക് പോവുകയാണ്, അങ്ങനെ ധൃതരാഷ്ട്രത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അത്രയും ദുര്യോധനന് അസ്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ സുയോധന എന്നാണ് പറഞ്ഞേക്കുന്നത്, ധൃതരാഷ്ട്ര സുയോധന എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ധൃതരാഷ്ട്രയുടെ പ്രേരണ മൂലമാണ് ഒരു അച്ഛൻ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള പോലെയാണ് മക്കളാവുക എന്നുള്ളതാണ് പറയുന്നത്. സുയോധനൻ അങ്ങനെയാണ് ദുര്യോധനായത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ പ്രേരണ ഉണ്ട്. അങ്ങനെ അപ്പം എന്തായാലും അപ്പോൾ മണിയൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കാലം ഇങ്ങനെ പോവുകയാണ്. അക്രൂരൻ എന്ത് ചെയ്യുന്നു, കാശിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാശിയിൽ എന്താ, കാശിയിൽ ആരുടെ? മുത്തച്ഛൻ്റെ വീടാണ്. അപ്പോൾ കാശി രാജാവിൻ്റെ, അതായത് ഷൊഫൽക്കനാണ് അക്രൂരൻ്റെ അച്ഛൻ. അപ്പോൾ ഷൊഫൽക്കൻ ഒരിക്കൽ ഈ കാശി രാജ്യത്ത് വന്നപ്പോൾ നല്ല വരൾച്ചയായിരുന്നു. ആ സമയത്ത് ഷൊഫൽക്കൻ കാല് കുത്തിയപ്പോൾ നല്ല പേമാരി, നല്ല മഴ കിട്ടി. അപ്പോൾ എന്തായി, കാശി രാജാവ് ഗാന്ധിനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അതാണ് ഈ ബന്ധം. അപ്പോൾ അക്രൂരൻ, അതെ, അക്രൂരൻ എവിടെയുണ്ടോ അതുപോലെ തന്നെ നല്ല സമൃദ്ധി തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അക്രൂരൻ അവിടെ ചെന്നിട്ട് എന്താ, ഈ മണി നല്ല നല്ല കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ശ്രേഷ്ഠമായ യാഗങ്ങൾ ചെയ്യുന്നതിനും, യാഗശാല കിട്ടുന്നതിനും, അന്നദാന ഹോള് കിട്ടുന്നതിനും, ഭക്തന്മാർ വരുന്നതിനും എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ പൈസ അവനൊന്നും എടുക്കുന്നേയില്ല. നല്ല കാര്യങ്ങൾക്ക് ദാനപതി എന്നുള്ളൊരു പേരാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എന്തായി, ഇപ്പോൾ ദ്വാരകയിൽ മഴയില്ലാതായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി, അക്രൂരൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മഴ പെയ്യാത്തത്. ഭഗവാനുള്ള സ്ഥലത്ത് മഴ പെയ്യാൻ വല്ല പാടുണ്ടോ? പക്ഷെ ഇതൊക്കെ ഭഗവാന്റെ നാട്ടിലാണ്. അപ്പോൾ ഭഗവാനും അത് പറഞ്ഞു, അക്രൂരനെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആരെയൊക്കെയോ അയക്കുന്നു. അക്രൂരൻ ആ മണിയൊക്കെ ഇങ്ങനെ ഒരു ഇതിലൊക്കെ പൊതിഞ്ഞിട്ട് പതുങ്ങി വന്നപ്പോൾ ഭഗവാൻ പറയുകയാണ്, എല്ലാം അറിയുന്നർത്ഥ പറഞ്ഞ പോലെ ആ വാക്ക് പല സ്ഥലത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. വിജ്ഞാനാഖില ചിന്തജ്ഞ, എല്ലാവരുടെയും ഉള്ള അറിയുന്നവനാണ് കൃഷ്ണൻ, പേടിക്കൊന്നും വേണ്ട. ഞാൻ ദാനവതയെ എന്നാണ് വിളിച്ചേക്കുന്നത്. ഞാൻ ദാനവതയെ നെസ്തത്വയാസ്തേഷതന്യോനാസ്യമന്തമോ പണിശ്രീമാൻ വിദിത പൂർവമേവനഹ. നീ നല്ല നല്ല കാര്യങ്ങൾക്കാണ് അങ്ങ് ഇത് ഉപയോഗിച്ചേക്കുന്നത്, എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ അപരാധം ഇങ്ങനെ തെളിയിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബലരാമൻ അങ്ങോട്ട് പോയേക്കാണല്ലോ ഇതിലേക്ക്. ബലരാമനെയും ചേട്ടനെയും വിളിച്ചു വരുത്തി
അങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കൊടുത്തു. എന്നിട്ട് അക്രൂരൻ്റെ കയ്യിൽ എന്നെ അമടിയിരിക്കട്ടെ എന്ന് പറഞ്ഞു. സത്യഭാമയ്ക്കും കുട്ടികൾക്കും അവരൊക്കെ അവകാശപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കൊടുത്തത്? ഈ മണിക്ക് കുറച്ച് വ്രതനിഷ്ഠകളും ഇങ്ങനെ നല്ലപോലെ കൈകാര്യം ചെയ്യുന്നതുമാണ് ഈ മണി എന്നുള്ളതാണ് അതിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ കഥ ഇങ്ങനെ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അതിൻ്റെ ഫലം പറഞ്ഞിട്ട് എന്താണ്? ഭഗവത ഈശ്വരസ്യ വിഷ്ണു വീരാണ്യം പ്രചിരഹം സുമംഗളം ച ആഖ്യാനം പടതശ്രണോത്യന സ്മരേവ ദുഷ്കീർത്തി ദുരിതം അമോഹ്യ യാതി ശാന്തി. നമുക്ക് മനസ്സമാധാനം വേണമോ? അപ്പം എന്താണ് വേണ്ടത്? ഭഗവാനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ അക്രൂരനെ ആ ദുസ്സംഗം വന്നതുകൊണ്ടല്ലേ കുറച്ച് നേരത്തേക്കെങ്കിലും അങ്ങനെ ഒരു ശതധന്യവനെ പ്രേരിപ്പിക്കാനും ഒക്കെ തോന്നിയത്. അപ്പൊ സത്സംഗമാണ് വേണ്ടത്. ഭാഗവതത്തിൽ ഉടനീളം പറഞ്ഞു വരുന്നത് എന്താണ്? ഭഗവാനിൽ ഭക്തിയും വിഷയങ്ങളിൽ വിരക്തിയും വേണ്ടത്. അതുകൊണ്ട് നമുക്ക് നേടുന്നത് എന്താണ്? ജ്ഞാനം. എന്താണ് ജ്ഞാനം? ഈ ലഭിച്ചിരിക്കുന്ന മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ടുള്ളതാണ്. വിവേക ചൂടാമണിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൂനാം നരജന്മ ദുർലഭമതക്കും സ്വാം യദോ വിപ്രദോ തസ്മാദൈവിക ധർമ്മമാർഗപരദാവിദ്വതസ്മാത്പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർനോ ശതകോടി ജന്മ സുഹൃതേ പുണ്യേ വിനാലഭ്യതേ. അതാണ് സൂര്യനെ പൂജിച്ചിട്ട് അങ്ങനെ മത്സ്യമണ്ഡകമണി കിട്ടി എന്ന് പറയുന്നത്. നമുക്ക് എത്രയോ കോടി ജന്മത്തിന് ശേഷം കിട്ടുന്നതാണ് നമുക്ക് ഈ മനുഷ്യജന്മം. അത് നേരാവണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായി? ഭഗവാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല, പ്രസേനന് കൊടുത്തു. ഭവാഡവി പറഞ്ഞു തന്നില്ല, കാട്ടിലേക്കാണ് പോയത്. സംസാര സാഗരമാകുന്ന കാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ആരുടെ കൈക്കിൽ വെട്ടി? ജാമ്പവാന്റെ കുട്ടികളുടെ 5 ഇന്ദ്രിയങ്ങളുടെ അടുത്ത് പോയി. പുറമേക്ക് പോകുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളോടുകൂടി ചേർന്നാൽ എന്താ? പന്ത് തട്ടിക്കളിക്കുന്നത് പോലെയാവും എന്നുള്ളൊരു തത്വം കൂടി ഇതിൽ കാണിക്കുകയാണ്. ഭഗവാനിലേക്ക് തിരിയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തത്വമായിട്ട് പറയുന്നത്. കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം ഇങ്ങനെ വേറെ ഒന്നും വേണ്ടെന്നല്ല. ഭർത്താവ്, വീട്, കുട്ടികൾ എല്ലാം വേണം. പക്ഷെ ഒന്നിലും എല്ലാ കഥകളിലും ആചാര്യ പറഞ്ഞു തരണം, അതിലൊരു ഒട്ടല് വേണ്ട, മമത വേണ്ട, ഞാൻ എൻ്റേതെന്നുള്ളൊരു ആ ഒരു അഭിമാനം വേണ്ട. അത് നമുക്ക് കിട്ടി. ഇനിയും ഇത് വലിയ സുഖമൊന്നുമില്ലല്ലോ ഈ സംസാര ചക്രത്തിൽ. പുനരഭിജനനം പുനരഭിമരണം എന്ന് പറഞ്ഞ് പിന്നെയും ചുറ്റിക്കറങ്ങുമ്പോൾ വലിയ രസമൊന്നുമില്ല അതിൽ. അപ്പോൾ അതിൽ പെടാതിരിക്കാൻ നമ്മൾ ഭഗവൻ അർപ്പിതമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ യഥപ്രവൃത്തി വിർഭൂതാനാം ഏന സർവമിതം തദം സ്വകർമ്മണോന്തം അഭ്യർഥ്യ സിദ്ധിം വിന്ദതി മാനവ. എല്ലാ കർമ്മങ്ങളിലും ഭഗവാൻ തന്നെ പറയുന്നത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യൂ. കർമ്മത്തെ കർമ്മയോഗമായിട്ട് ചെയ്യൂ. അങ്ങനെ ഭക്തിയോഗത്തിലൂടെ ജ്ഞാനയോഗത്തിലൂടെ നിങ്ങൾക്ക് എത്താം. തമേവ ശരണം ഗച്ഛാ സർവഭാവേന ഭാരത തത്പ്രസാദ് പരാം ശാന്തി. സ്ഥാനം പ്രാപ്സ്യതി ശാശ്വതമായ ശാന്തി വേണമോ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം അങ്ങനെ നല്ലപോലെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അർത്ഥം എങ്ങനെയാണ് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന കഥ കൂടിയാണ് ഇത്. അപ്പോൾ അന്ധകരണ ശുദ്ധി വരുത്തി ഭക്തിമാർഗത്തിലേക്ക് വരാനായിട്ടാണ് എല്ലാ കഥകളും ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആചാര്യന്മാരെ അർപ്പിക്കുന്നു.